കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരിവേട്ട പ്രിൻസിപ്പലിന്റെ ഇടപെടലിനെ തുടർന്ന് ഹോളി ആഘോഷം ലക്ഷ്യമിട്ട് ലഹരിമരുന്ന് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാട്ടി പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയിരുന്നു. വിദ്യാർത്ഥികൾ ലഹരിമരുന്ന് വാങ്ങാൻ വ്യാപക പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നും പ്രിൻസിപ്പൽ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിൻ എന്നിവരെയാണ് പിടികൂടിയത്. അന്വേഷണം പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് നീങ്ങുകയാണ്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഏറ്റവും ഒടുവിൽ രണ്ടുപേരെ കൂടി ഈ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ഈ ക്യാമ്പസുകളിലേക്ക് എത്തിക്കുന്നത് എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ സ്ഥിരീകരണത്തിലേക്ക് കൂടിയാണോ പോലീസ് എത്തുന്നത്? രണ്ടുപേരാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ രണ്ടുപേരും കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആഷിഖും ഷാരിഖും ഇവർ രണ്ടുപേരുമാണ് ആ കോളേജിൽ ലഹരി എത്തിച്ചത്, കഞ്ചാവ് എത്തിച്ചത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അന്വേഷണത്തിൽ അങ്ങനെയാണ് പോലീസിന് മനസ്സിലായത്. ഒപ്പം ഇപ്പോൾ റിമാൻഡിലുള്ള ആകാശിനെയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്തതിനൊടുവിലാണ് പോലീസിന് ഇക്കാര്യം വ്യക്തമാകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും ഇന്ന് രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത്. ആലുവ സ്വദേശിയാണ് ഈ പിടിയിലായിരിക്കുന്ന ആഷിഖ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ആഷിഖ് ഈ ലഹരി കൊടുക്കുമ്പോൾ, അതായത് കഞ്ചാവ് ഈ കോളേജിൽ എത്തിക്കുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടെന്ന് കൂടി അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ആകാശാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. ആകാശ് പണം പിരിച്ച് ഈ പണം ആഷിഖിന് കൈമാറുന്നു. അപ്പോൾ ആഷിഖ് ലഹരി കഞ്ചാവ് ഈ കുട്ടികൾക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് ഇവർ ഈ കഞ്ചാവ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഷിഖിന് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ലഭിക്കുന്നത്? ഇത്രയും ബൾക്കായി ആഷിഖിന് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ലഭിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒപ്പം ഈ ഷാരിഖിന് എങ്ങനെയാണ് ഇവരിലേക്കുള്ള ബന്ധം? ഈ ലഹരി കോളേജിൽ കഞ്ചാവ് എത്തിക്കുന്ന ആളാണ് ഷാരിഖ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സംഭവം നടക്കുന്ന ദിവസം, അതായത് ഈ ഹോളി ആഘോഷത്തിന് വേണ്ടിയിട്ട് അവിടെ കഞ്ചാവ് എത്തിച്ചതിൽ ഷാരിഖിന് പങ്കുണ്ടോ എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം വിശദമായ ചോദ്യം ചെയ്യലാണ് കളമശ്ശേരി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ വരും മണിക്കൂറിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കോളേജിലെ ഈ ആകാശ് പിടിയിലായിട്ടുള്ള, അതായത് റിമാൻഡിൽ കഴിയുന്ന ആകാശിനെ ഇനി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. എങ്കിൽ മാത്രമേ ആഷിഖിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ആഷിഖിന്റെ മുറിയിലുണ്ടായിരുന്ന മറ്റ് രണ്ട് വിദ്യാർത്ഥികളെയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അവരുടെ മൊഴിയെടുത്തിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ല, ആകാശുമായി ബന്ധപ്പെട്ട ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടെന്നുള്ള വിവരങ്ങളൊന്നും തനിക്ക് അറിവില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. പക്ഷെ അത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ചില സംശയങ്ങൾ ഇപ്പോഴും പോലീസിന്റെ ബാക്കിയുണ്ട്. കാരണം സ്വന്തം റൂമിൽ താമസിക്കുന്ന വ്യക്തി ലഹരി ഉപയോഗിക്കുന്നത് തനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അതിന് ചില സംശയത്തോടുകൂടിയാണ് പോലീസ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുപ്പുകൾ എല്ലാം തന്നെ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള രണ്ടുപേരെയും, ആഷിഖിനെയും ഷാരിഖിനെയും, ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്ന കഞ്ചാവ് വേട്ട, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികളെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. അങ്ങനെ തന്നെയാണ് അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നവമി, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആയിരുന്നു ഗവർണർ തന്നെ സർവകലാശാല വിസിമാരുടെ യോഗം വിളിച്ചത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ വ്യാപകമായി ലഹരി ഉപയോഗം ഉണ്ട് എന്ന അറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു യോഗം വിളിച്ചത്. നമ്മുടെ സാങ്കേതിക പഠന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ലഹരിയുണ്ട് എന്നതിന്റെ തെളിവായി ഇപ്പോൾ പോളിടെക്നിക്കിലെ റെയ്ഡ് മാറിയിട്ടുമുണ്ട്. അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് പ്രിൻസിപ്പലിന്റെ ഇടപെടൽ തന്നെയാണ്. പലപ്പോഴും
ഈ ലഹരി മാഫിയകളെ ഭയന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നതാണ് അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ ചെയ്യുന്നൊരു ശീലം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായി പോലീസിനെ വിവരം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായി കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പക്ഷേ നമ്മുടെ ക്യാമ്പസുകളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും നിർണായകമാകുന്നത് ഇത്തരം ഇടപെടൽ കൂടിയാണല്ലോ. അത് അങ്ങനെ തന്നെയാണ് അഭിലാഷ്. കാരണം ഈ പ്രിൻസിപ്പലിന്റെ ഇടപെടൽ അത് മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ്. കാരണം അദ്ദേഹം ഈ ഒരു കത്ത് കൈമാറിയത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടികളെ പിടികൂടാൻ കഴിഞ്ഞത്. അതായത് 14-ാം തീയതി, അത് ഇന്നലെ ഹോളി ആഘോഷം കോളേജിൽ നടക്കുന്നുണ്ട്. അതിന് തൊട്ടു മുന്നേ 13-ാം തീയതിയാണ് 12-ാം തീയതിയാണ് ഈ കത്ത് DCPക്ക് നൽകുന്നത്. ഈ കത്തിൽ പറയുന്നത് ഈ കോളേജിൽ കേന്ദ്രീകരിച്ച് ഈ ഹോളി ആഘോഷം നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായി ലഹരി അവിടെ എത്തിക്കുന്നു എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ലഹരി വിൽക്കുന്ന ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പണപ്പിരിവ് അവിടെ നടന്നു എന്ന് കൃത്യമായി ആ കത്തിൽ പ്രിൻസിപ്പൽ DCPക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന ആവശ്യമാണെന്ന ഒരു മുന്നറിയിപ്പ് കൂടി പ്രിൻസിപ്പലിന് നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DCP കോളേജ് കേന്ദ്രീകരിച്ച് ഒരു പരിശോധന, ഒരു അന്വേഷണം DCPയുടെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനൊടുവിലാണ് 12-ാം തീയതി 13-ാം തീയതി രാത്രി നടന്ന അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡ്. ആ റെയ്ഡിലാണ് ഈ കുട്ടികളെ പിടികൂടുകയും ചെയ്തത്. എന്തായാലും പ്രിൻസിപ്പലിന്റെ ആ ഒരു കത്ത് അത് തന്നെയാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ, ഇത്രയും വിദ്യാർത്ഥികളെ പിടികൂടാൻ സഹായിച്ചത്. ഒരുപക്ഷെ പ്രിൻസിപ്പൽ ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ ആരും അറിയാണ്ട് അവിടെ ലഹരി കച്ചവടം നടക്കുമായിരുന്നു, ലഹരി ഉപയോഗം നടക്കുമായിരുന്നു. അങ്ങനെ ഇതൊന്നും ആരും അറിയാതെ പോകുമായിരുന്നു. പക്ഷെ ഇതിനെ കൃത്യമായി തടയിടാൻ പ്രിൻസിപ്പലും അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസും കൃത്യമായി ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുട്ടികളെ പിടികൂടാൻ കഴിഞ്ഞതും ഇതിന്റെ ഒരു ഏജന്റുകളായി പ്രവർത്തിക്കുന്ന 2 പേരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ആരൊക്കെയാണെന്നുള്ളതാണ് ഇനി പോലീസിന് കണ്ടെത്തേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 2 പേരെ വിശദമായി ചോദ്യം ചെയ്തു. ഇവരാരിൽ നിന്നാണ് ഈ കഞ്ചാവ് വാങ്ങുന്നത്? ഇവർ കോളേജിൽ, പോളിടെക്നിക് കോളേജിൽ മാത്രമാണോ ഇത് നൽകുന്നത്, അതോ മറ്റാർക്കെങ്കിലുമൊക്കെ? നമുക്കറിയാം, ഈ അടുത്തിടയ്ക്ക് നമ്മൾ കാണുന്ന വാർത്തകൾ അല്ലെങ്കിൽ പറയുന്ന വാർത്തകളിലെല്ലാം വിദ്യാർത്ഥികൾക്കുമൊക്കെ വലിയ രീതിയിൽ ലഹരി നൽകുന്നുണ്ടെന്നാണ്. അങ്ങനെ ആ രീതിയിലൊക്കെ ഇവർ ലഹരി നൽകുന്നുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രിൻസിപ്പലിന്റെ അകൃത്യമായിട്ടുള്ള ഇടപെടൽ, പ്രിൻസിപ്പൽ DCPക്ക് നൽകിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായതും ഈ അന്വേഷണത്തിനൊടുവിൽ ഈ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അഭിലാഷ്, യെസ്, ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം നവമി, ഇന്നലെ ഈ പരിശോധന നടക്കുമ്പോൾ അവിടെ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ടവർ, കോളേജ് യൂണിയൻ ഭാരവാഹി അടക്കമുള്ളവർ ആണ് പിടിയിലാകുന്നത്. പരസ്പര ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ. ഈ പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളൊക്കെയായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടതാണ്. അതായത് ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പശ്ചാത്തലം എന്താണ്? അതായത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം ഇവർ ഈ ലഹരിക്കണ്ണികളായി പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത്തരം വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതിന്റെ ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിടിയിലായ, അതായത് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആഷിഖും ഷാരിഖും, ഇവരുടെ ഒരു പശ്ചാത്തലം, ഇവർ ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു രീതിയിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നലെയൊക്കെ SFI തുടക്കത്തിൽ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അത് മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കുമെന്ന ആർജവത്തോടെ SFIക്ക് പറയാൻ കഴിഞ്ഞു. അതോടൊപ്പം KSUവും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് എടുത്തത്. അത് പിടിയിലായവർ SFIയോ KSU എന്നല്ല, അപ്പുറത്തേക്ക് വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകും. അവരെ സംരക്ഷിക്കുന്ന നിലപാടല്ല പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിഞ്ഞു എന്നുള്ളതും വലിയ അഭിനന്ദനത്തോടുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മുടെ ലക്ഷ്യം അത് നമ്മുടെ കുട്ടികളെ, ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കുട്ടികളെ അല്ലെങ്കിൽ ലഹരിയുടെ വലയിൽ വീണ കുട്ടികളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരും പോലീസും എല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ
ഇവരുടെ ഒരു രാഷ്ട്രീയം മറന്നുകൊണ്ട് വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് മുക്തരാക്കുക, അല്ലെങ്കിൽ കൂടുതൽ പേര് ഇതിൽ കണ്ണികളായിട്ടുണ്ടെങ്കിൽ, അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഇതിൽ നിന്ന് മുക്തരാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ്. ഇന്നലെ MP രാജേഷ് അടക്കം ഇതിനെ വ്യക്തമായി പറഞ്ഞിരുന്നു. അങ്ങനെ SFI എന്നോ KSU എന്നോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കുട്ടികളാണ്, വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളാണ് പിടികൂടുന്നതെങ്കിൽ അവർക്ക് യാതൊരുവിധ സംരക്ഷണവും ഉണ്ടാകില്ല. എങ്ങനെയാണോ ഒരു ലഹരി കേസിൽ പ്രതിയെ പിടികൂടുമ്പോൾ എങ്ങനെയാണോ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്, ആ രീതിയിൽ മാത്രമായിരിക്കും ഇവിടെയും മുന്നോട്ട് പോവുക. അതൊരു സംഘടനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രിവിലേജ് ആ കുട്ടികൾക്കുണ്ടാകില്ല എന്ന് കൃത്യമായി തന്നെ സർക്കാരിനും ഒക്കെ നിലപാട് വ്യക്തമാക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിന്റെ ഒരു സംഘടന അല്ലെങ്കിൽ ഇത് ഏത് വിദ്യാർത്ഥി സംഘടനയിലാണ് പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൽ കൂടുതൽ കണ്ണികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇവർ ആരിൽ നിന്നാണ് ലഹരി വാങ്ങുന്നത്, ആർക്കൊക്കെയാണ് വിൽക്കുന്നത്, ഒപ്പം എവിടെ നിന്നാണ് ഈ ലഹരികളൊക്കെ എത്തുന്നത് എന്നീ കാര്യങ്ങളിലേക്കായിരിക്കും പോലീസും കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ പ്രതികളാകുന്നവരെ, ഇതിൽ പിടികൂടുന്നവരെ ഒന്നും യാതൊരു വിധത്തിലും സംരക്ഷിക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പിടിയിലായവർ ഏത് സംഘടനയിലാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസിന്റെ ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം കുട്ടികൾ, ഈ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്ന് ലഹരി ലഭിച്ചുവെന്നും ഇവർ എത്ര രൂപയാണ് ഇവർ ഈ കുട്ടികളിൽ നിന്നും വാങ്ങുന്നതെന്നും ഇതിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആ തരത്തിലേക്ക് മാത്രമാണ് പോലീസിന്റെയും ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, പോലെ വിദ്യാർത്ഥി സംഘടനകൾ ഈ കുട്ടികളെ തള്ളിപ്പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ തള്ളിപ്പറഞ്ഞാൽ മാത്രം പോരാ, അവരെ മാറ്റി നിർത്താൻ തന്നെ സംഘടനകൾക്ക് സാധിക്കുകയും ചെയ്യണം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് തള്ളിപ്പറഞ്ഞാൽ പോരാ. ഒപ്പം നവമി, ഇതിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്നത് പലപ്പോഴും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴടക്കം നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന കമൻറ്റുകളിൽ ഈ കുട്ടികളെയൊക്കെ പിടികൂടി ആ നിമിഷം തന്നെ വിട്ടയക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ കൂടി ഒരു പ്രത്യേകതയാണ്. ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ലഹരി വസ്തുക്കൾ പിടികൂടിയാൽ മാത്രമേ അവർക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ, അല്ലെങ്കിൽ അവർക്ക് കസ്റ്റഡിയിലൊക്കെ അവരെ വാങ്ങാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയുള്ളൂ. അതുമാത്രവുമല്ല, ഈ അന്വേഷണ സംഘത്തിന് ഈ ലഹരി പിടികൂടുമ്പോഴുള്ള പ്രത്യേകത വളരെ കൃത്യമായി വ്യക്തിയിൽ നിന്നൊക്കെ പിടികൂടേണ്ട സാഹചര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു MLA-യുടെ മകൻ ഈ ലഹരി കേസിൽ പെട്ടതും അതിനുശേഷം പിന്നീട് ആ ഉദ്യോഗസ്ഥനെ അടക്കം മാറ്റുന്ന സാഹചര്യമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഇവിടെ ഇതാ ഈ പോളിടെക്നിക്കിലെ പരിശോധനയിൽ അവിടെ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നു. ലഹരി തൂക്കി വിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലഹരിയുടെ അളവെടുക്കുന്നതിന് വേണ്ടിയുള്ള ത്രാസ് കണ്ടെത്താൻ സാധിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ, ഇത് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതിനാവശ്യമായ വസ്തുക്കളടക്കം കണ്ടെത്താനൊക്കെ സാധിച്ചിരുന്നു. അപ്പോഴും ഈ കുട്ടികളെ ജാമ്യത്തിൽ വിടുന്ന, സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, ഈ ജാമ്യത്തിൽ വിട്ടവരെ അടക്കം കൃത്യമായി വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ കണ്ണികയിലേക്ക്, ആരാണോ ഇതിൻ്റെ വിതരണക്കാർ അവരിലേക്ക് തന്നെ എത്തുക എന്നതാണോ പോലീസിൻ്റെ നീക്കം? അഭിലാഷ് പറഞ്ഞത് തന്നെയാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ പിടിയിലാകുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ലഹരി കേസിൽ പിടിയിലാകുന്നവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു നടപടിയാണ്. അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒരു പോരായ്മയായി തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. കാരണം ശക്തമായിട്ടുള്ള നടപടികൾ വേണം, ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലഹരി കേസിൽ പിടികൂടി കഴിഞ്ഞാൽ